Stella, we simplify learning. For +1, +2, NEET and JEE. Download the app now. Hi friends, trigonometry functions എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഡിഗ്രി മെഷർമെൻറ്റിനെ കുറിച്ചും റേഡിയൻ മെഷർമെൻറ്റ്സിനെ കുറിച്ചും ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ട്രിഗണോമെട്രി റേഷ്യോസ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ട്രിഗണോമെട്രി റേഷ്യോസ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയിട്ട് മാറിയത്. എന്തായിരുന്നു ട്രിഗണോമെട്രി റേഷ്യോസ് എന്തായിരുന്നു? ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് രണ്ട് അക്യൂട്ട് ആംഗിൾസ് ഉണ്ടല്ലേ. ഈ അക്യൂട്ട് ആംഗിൾസും ഈ സൈഡ്സും ഞാൻ ചുമ്മാ പേര് വിളിക്കുകയാണ് എ ബി ഹൈപ്പോട്ടന്യൂസ് ആൻഡ് എച്ച്. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ അക്യൂട്ട് ആംഗിൾസും ഈ സൈഡ്സിൻ്റെ റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ, ഇതിനെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത്? ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് വിളിച്ചത്. ഉദാഹരണത്തിന് ഇത് തീറ്റ ആയിരുന്നു വിചാരിച്ചു. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചത് ബി ബൈ എച്ച്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സൈഡുകളുടെ റേഷ്യോയും ഈ ആംഗിളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക. ഇതായിരുന്നു ട്രിഗണോമെട്രി റേഷ്യോസ് അല്ലേ. ഇനി ഇത് എവിടെ മാത്രമേ പറ്റത്തുള്ളായിരുന്നു? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് അക്യൂട്ട് ആംഗിൾസിന് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്തത്. പക്ഷേ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുക? അക്യൂട്ട് ആംഗിൾസിന് വേണ്ടി മാത്രമല്ല, ജനറലി ഏതൊരു ആംഗിളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഗ്രി മെഷർ ചെയ്തപ്പോൾ നമ്മൾ മെഷർ ചെയ്തല്ലേ 90 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി, 720 ഡിഗ്രി, അങ്ങനെ എത്ര വേണമെങ്കിലും ഇൻഫിനിറ്റ് ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആംഗിൾസിനും വേണ്ടി നമുക്ക് ആരെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ സൈനിനെയും കോസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, നമുക്കത് എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ പോയെന്ന് നോക്കാം. ഞാൻ താണ്ടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് കയറ്റാൻ പോവാം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 4 ക്വാഡ്രൻസ് ഉണ്ടായിരുന്നല്ലേ. ഇതെന്താണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ഓരോ ക്വാഡ്രൻറ്റിലും ഈ സൈനും കോസും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. നോക്കിക്കോ, ഞാനിവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, എ, ബി. ഇനി കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? പോസിറ്റീവ് എക്സൈറ്റ്സ്, അങ്ങോട്ടുള്ളതെല്ലാം എന്താണ്? പോസിറ്റീവ്. ഇതെന്താണ്? നെഗറ്റീവ് എക്സൈറ്റ്സ്, അതായത് ഇങ്ങോട്ടുള്ള വാല്യൂസൊക്കെ എന്താ? നെഗറ്റീവ് വാല്യൂസ്. അതേപോലെ മേളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ്. ഈ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നില്ലേ? ഓക്കെ, എ, ബി എന്ന് പറയുന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. എ, ബി ഈ ആക്സിൽ അത് എന്ത് ചെയ്തു? എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? ബി അല്ലേ. എക്സ് ആക്സിലോ എ. ഓക്കെ, എനിക്കിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമോ? ഓക്കെ, എനിക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തുകൂടെ? ഇവിടെ എ അഡ്ജസൻറ്റ് സൈഡും ബി ഓപ്പോസിറ്റ് സൈഡും, ഇത് എച്ച് എന്ന് ഞാൻ വിളിച്ചോട്ടെ. എച്ച് ഹൈപ്പോട്ടന്യൂസും ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. ഈ ട്രയാങ്കിൾ താണ്ട് ഇതൊരു തീറ്റ ഡിഗ്രി പോസിറ്റീവ് എക്സൈറ്റ്സും ആയിട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ. എത്ര ഡിഗ്രി? തീറ്റ ഡിഗ്രി. ഓക്കെ ആണേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ കാര്യം നോക്കാം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞേ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ബി ബൈ എച്ച് അല്ലേ. ബി ബൈ എച്ച്. ഹൈപ്പോട്ടന്യൂസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്തുവായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഫേമസ് ഇക്വേഷൻ അല്ലേ. എച്ച് ഈസ് ആൾവേസ് പോസിറ്റീവ് അല്ലേ. എച്ച് ആൾവേസ് എന്താണ്? പോസിറ്റീവാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ, നമുക്ക് പിന്നെ ഉപകാരം വരും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, എ നെഗറ്റീവായി, ബി നെഗറ്റീവായി, എന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ടും പോസിറ്റീവാകും. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും എന്തായിട്ട് കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. ജസ്റ്റ് ഈ ഒരു ലെങ്തിൻ്റെ മെഷർമെൻ്റ് അത്. ഓക്കെ, നോക്കാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ എച്ച്. എന്നാൽ കോസ് തീറ്റ എന്ന് പറഞ്ഞേ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ ബൈ എച്ച്. എന്നാൽ ടാൻ തീറ്റ നോക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തോ എല്ലാവർക്കും അറിയാമല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി ബൈ എ. ഓക്കെ ആണേ. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ ഈ തീറ്റ 0 ആക്കാൻ പോവാം. ഈ തീറ്റ എന്ത് ചെയ്യാൻ പോവാ? കുറയാൻ പോവാ. നോക്കിയേ, ഈ ആംഗിൾ കുറഞ്ഞ് എന്തോ സംഭവിക്കുന്നത്? ഈ ആംഗിൾ കുറയാൻ പോവാ. തീറ്റ കുറയുമ്പോൾ എന്ത് ചെയ്ത്? ബി ചെറുതായി അല്ലേ. ബി എന്ത് ചെയ്ത്? ചെറുതായി. തീറ്റ പിന്നെയും കുറഞ്ഞ് ബി പിന്നെയും എന്ത് ചെയ്ത്? ചെറുതായി. അങ്ങനെ കുറഞ്ഞ് ഇതാണ്ടേ ഇങ്ങനെ ഒരു ലൈൻ കിട്ടത്തില്ലേ നമുക്ക്? ഇങ്ങനെ ഒരു ലൈൻ കിട്ടത്തില്ലേ? അതായത് ബി എന്തോ ആയി? 0 ആയില്ലേ. തീറ്റ 0 ആയപ്പോൾ ബി എന്തോ ആയി? 0 ആയി അല്ലേ. അത് കണക്കാണ്ട് ഈ ഹൈപ്പോട്ടന്യൂസ് എന്തോ ആയി? ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എന്തോ ആയി? എ തന്നെ ആയില്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്തോ ആയി? എ ആയില്ലേ. നോക്കാം. തീറ്റ 0 ഡിഗ്രി ആയി. തീറ്റ 0 ആയപ്പോഴത്തേക്കും സൈൻ 0യുടെ വാല്യൂ എന്താ? സൈൻ 0 ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു തീറ്റ 0 ആയപ്പോഴത്തേക്കും എന്താണ്ട് ഇത് ഈ പോയിന്റ് ഇങ്ങനെ കറങ്ങി
ഇവിടെ വന്ന് ബി എന്തോ ആയി, ചെറുതായി 0 ആയി, ബി 0 ആയി അല്ലേ. അപ്പോൾ 0/h വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 0. ഓക്കെ ആണോ? കോസ് 0യുടെ ആയിരുന്നു. ഓക്കെ, കോസ് 0 എന്താ സംഭവിച്ചെന്ന് നോക്ക്. കോസ് 0ക്ക് കോസ് 0 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പക്ഷേ നോക്കണേ, ഇവിടെ എയും എച്ചും എന്തോ ആയി, ഈക്വൽ ആയില്ലേടേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തോ ആയി, എച്ച് ആയി അല്ലേ. ബി ഈസ് ഈക്വൽ ടു 0 ആയി, എ ഈസ് ഈക്വൽ ടു എന്തായി, എച്ചും ആയി. h/h പറയാമോ? h/h ഈസ് ഈക്വൽ ടു എന്താ 1. അപ്പോൾ കോസ് 0 എന്താ 1. ടാൻ 0 ഈസ് ഈക്വൽ ടു b/a. ബി എന്തായിരുന്നു, 0 ആയിരുന്നു, 0/a വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ടാൻ 0യും സൈൻ 0യും കോസ് 0യും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നോക്കി, ആംഗിൾ കൂടാൻ പോവുക, കൂടി അതാണ്ട് ഇത് 90 ഡിഗ്രി എത്തി. എത്ര എത്തി? 90 ഡിഗ്രി എത്തി. 90 ഡിഗ്രി എത്തുമ്പോൾ എന്തോ സംഭവിക്കുന്നത് നോക്കേ. 90 ഡിഗ്രി എത്തുമ്പോൾ എ എന്ത് ചെയ്യും? കുറഞ്ഞു വരത്തില്ലേടേ. ഇത് താണ്ട് ഇങ്ങനെ കൂടി പോവുക. അപ്പോൾ എ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ബി എന്തോവും? ബിയും എച്ചും എന്തോവും? ഈക്വൽ ആവും അല്ലേ. ഇത് താണ്ട് ഇങ്ങനെ വന്ന് നിന്നാൽ ബിയും എച്ചും എന്താവും? ഈക്വൽ ആവും. എ എന്തോവും? 0 ആവും അല്ലേ. ബിയും എച്ചും ഈക്വൽ ആവും, എ എന്തോവും? 0 ആവും. അപ്പോൾ 90 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റിൽ 90 ഡിഗ്രി നോക്കാം. 90 ഡിഗ്രി സൈൻ 90 ഈസ് ഈക്വൽ ടു b/h. ബി എന്തോ ആയി ഇവിടെ? ബിയും എച്ചും എന്തോ ആയി? ഈക്വൽ ആയില്ലേ. അല്ലെങ്കിൽ എനിക്ക് h/h എന്ന് തന്നെ വിളിക്കാമോ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 1. കോസ് 90 നോക്കേ. കോസ് 90 ഈസ് ഈക്വൽ ടു a/h. എ എന്താ? എ 0 ആയില്ലേടേ. ഇത് കറങ്ങി 90-ലെത്തിയപ്പോൾ എ ചെറുതായി എന്തായി? 0 ആയി അല്ലേ. അപ്പോൾ 0/h വിച്ച് ഈസ് ഈക്വൽ ടു 0. ടാൻ നോക്കൂ. ടാൻ 90 ഈസ് ഈക്വൽ ടു b/a. ബി എന്താ? h ആയി അല്ലേ. ഓക്കെ, ബി എ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ h എന്ന് വിളിക്കാം. ഓക്കെ, b/a. എ എന്താടേ? 0 അല്ലേ. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആണോ? 0 കൊണ്ടൊരു സംഖ്യ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? ഇൻഫിനിറ്റി. ഓക്കെ, ഇൻഫിനിറ്റി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് വെച്ചേക്കുക. ടാൻ 90 പോസിബിൾ വാല്യൂ അല്ല. ടാൻ 90 എന്തല്ല? പോസിബിൾ അല്ല. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് മാത്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് 0 കൊണ്ടുള്ള ഡിവിഷൻ. അപ്പോൾ ടാൻ 90 എന്ന് പറയുന്നത് ഒരു പോസിബിൾ വാല്യൂ അല്ല. പക്ഷേ നമുക്ക് പറയാം 90ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ വരെ എന്തുണ്ട്? ടാനിനുണ്ട് അല്ലേ. 90ക്ക് തൊട്ട് മുമ്പുള്ള ഒരു വാല്യൂ വരെ ടാനിനുണ്ട്. പക്ഷേ 90 ഇല്ല. പക്ഷേ നമുക്ക് ഒരു ഈസിനെസ്സിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? ടാൻ 90 ഇൻഫിനിറ്റി ആണെന്ന് പറയാം. ഓക്കെ ആണോ? ടാൻ 90ക്ക് തൊട്ട് മുമ്പുള്ള ആംഗിൾ ഏതാടേ? 89.99 അല്ലേ. അല്ല, 89.999 ആണോ? അല്ല, 89.9999 ആണോ? നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. ജസ്റ്റ് ഇൻഫിനിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരു സ്പെസിഫിക് വാല്യൂ ഇവിടെ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളപ്പോൾ എന്ത് പറയും? ടാൻ 90 ഇട്ട് തന്നെ പറയും. എന്നിട്ട് അത് പറയും, എന്ത് പറയും? 90യുടെ വാല്യൂ എന്താണെന്ന് പറയും? ഇൻഫിനിറ്റ് ആണെന്ന് പറയും. ഓക്കെ, നോക്കിയോ? ഓക്കെ, അടുത്തത്. അപ്പോൾ 90 വരെ എത്തി അല്ലേ. ഇത് കറങ്ങി എവിടം വരെ എത്തി? 90 വരെ എത്തി. ഇനി ഞാൻ അതിനെ വീണ്ടും കറക്കാൻ പോവുക. ഇതിനെ വീണ്ടും കറക്കാൻ പോവുക. നോക്കിക്കോ, അന്നേരം കറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. 90യിൽ നിന്നും വീണ്ടും കറക്കി ഇതാണ്ട് 6 ഏതാണ്ട് ഇവിടെ വന്ന് നിൽക്കുക. നോക്കിയേ ഇവിടെ എച്ച് സാറ്റ്സ് എന്താണ്? നെഗറ്റീവ് അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പോയിന്റ് -a,b എന്ന് വിളിക്കാമോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ -a,b എന്ന് വിളിക്കാമോ? എനിക്കിവിടെ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് ആംഗിൾ എത്ര? തീറ്റ. കണ്ട, 90 കഴിഞ്ഞു, പിന്നെയും കറങ്ങി. ഓക്കെ, തീറ്റ. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. a, b എന്ന് പറയുന്ന 2 പോയിന്റ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യാം? എനിക്ക് കൺസിഡർ ചെയ്യാം. ഇത് -a അല്ലേടെ, ഇത് b തന്നെ അല്ലേ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇതിനെല്ലാം ഡിഫൈൻ ചെയ്തുകൂടെ? നോക്കാം. സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് കയറി സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാ. സൈൻ തീറ്റ എന്തുമായിരിക്കും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് b/a. ഓക്കെ ആണോ? കോസ് തീറ്റ എന്താ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -a/h അല്ലേ. സോറി b/a അല്ല, b/h.
ബി ബൈ എച്ച്. ഓക്കെ, കോസ് തീറ്റ എന്താ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മൈനസ് എ ബൈ എച്ച്. നോക്കിക്കോ, മൈനസ് എ ബൈ എച്ച്. അതായത് കോസ് തീറ്റയുടെ വാല്യൂ ഈ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്തോ വന്നത് നെഗറ്റീവ് അല്ലേ? ഓക്കെ ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞു നോക്ക്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് ബി ബൈ മൈനസ് എ. ബി ബൈ മൈനസ് അല്ലെങ്കിൽ മൈനസ് ബി ബൈ എ എന്നങ്ങ് വിളിക്കാം. മൈനസ് ബി ബൈ എ എന്നങ്ങ് വിളിക്കാം. കണ്ടോ, ടാനും നെഗറ്റീവാ, കോസും നെഗറ്റീവാ സെക്കൻഡ് ക്വാഡ്രൻ്റ്. ആര് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ? സൈൻ മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ അല്ലേ? നമ്മളിവിടെ പറയാത്ത കുറച്ച് റേഷ്യോസും കൂടെ ഉണ്ട് കേട്ടോ. 1 സൈൻ തീറ്റ കൊസൈക് തീറ്റ, 1 കോസ് തീറ്റ സീക് തീറ്റ, 1 ടാൻ തീറ്റ കോട്ട് തീറ്റ. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, കോസും സൈനും ടാനും പഠിക്കാം. ഓക്കെ, മൈനസ് ബി ബൈ എ വേറെ ഒന്നുമല്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും. മൈനസ് ബി ബൈ എ. അപ്പോൾ ടാനും നെഗറ്റീവ്, കോസും നെഗറ്റീവ്, സൈൻ മാത്രം എന്ത് കിട്ടും? പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിലോ എല്ലാവരും പോസിറ്റീവ് അല്ലായിരുന്നു? നോക്കേ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാവരും പോസിറ്റീവ്, ആൾ ആർ പോസിറ്റീവ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ആംഗിൾ ഏതാ? സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഞാൻ എന്താണ്ട് ഈ തീറ്റ അങ്ങ് കറക്കി 180 എത്തിക്കാൻ നോക്കുക. 180 എത്തുമ്പോൾ എന്തോ സംഭവിക്കൂടെ? ബി ചെറുതായി ബി എന്തോ ആവും? 0 ആവും. മൈനസ് എയും എച്ചും എന്തോ ആവും? ഈക്വൽ ആവും. ഓക്കെ, ഈ എ എന്ന് പറയുന്ന ലെങ്തും ഈ എച്ച് എന്ന് പറയുന്ന ലെങ്ത് ഈക്വൽ ആവും. അതുപോലെ ബി എന്തോ ആയി പോവും? 0 ആയി പോവും. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. 180 ഡിഗ്രി സൈൻ 180 ഈസ് ഈക്വൽ ടു നോക്ക് ബി ബൈ എച്ച് അല്ലേ? ബി എന്തോ ആയി? 0 ആയി. 0 ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 0. സൈൻ 180 അപ്പോൾ എന്തോ 0 ആണ്. കോസ് 180 നോക്ക്. കോസ് 180 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മൈനസ് എ ബൈ എച്ച് അല്ലേ? നമുക്കറിയാം എയുടെ വാല്യൂ, അതായത് എയുടെ വാല്യൂ എച്ചിൻ്റെ വാല്യൂ എന്തോ ആയി അവിടെ? ഈക്വലായില്ലേ? എയും എച്ചും എന്തോ ആയി? ഈക്വലായി. അല്ലെങ്കിൽ എനിക്ക് മൈനസ് എച്ച് ബൈ എച്ച് എന്ന് എഴുതാമോ? അല്ലെങ്കിൽ എനിക്ക് എന്തോ പറയാം? -1. എച്ച് വെച്ചും ക്യാൻസൽ ആയിപ്പോയി, -1. അങ്ങനെയാണെങ്കിൽ ടാൻ 180യോ? ടാൻ 180 ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ബി ഇവിടെ പിന്നെ എന്താണ്? 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 0 കിട്ടും. ഓക്കെ, അന്ന് സെക്കൻഡ് ക്വാഡ്രൻ്റിൽ 180 ഡിഗ്രിയിൽ എന്ത് കിട്ടി? സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. നോക്കാം അടുത്തത് ഇത് എന്ത് ചെയ്യാൻ പോവുക? തേർഡ് ക്വാഡ്രൻ്റിലോട്ട് പോകാൻ പോവുക. എങ്ങോട്ട് പോകാൻ പോവുക? തേർഡ് ക്വാഡ്രൻ്റിലോട്ട് പോകാൻ പോവുക. ഓക്കെ, അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? സൈനിനെ മെഷർ ചെയ്യാൻ പോകും. നോക്കാം തേർഡ് ക്വാഡ്രൻ്റിൽ സൈൻ എന്തോ ചെയ്യുന്നതെന്ന്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തേർഡ് ക്വാഡ്രൻ്റിൽ നോക്കേ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എത്ര? മൈനസ് ബി അല്ലേ? മൈനസ് ബി ബൈ എച്ച്. ഓക്കെ, കോസ് തീറ്റ നോക്കേ. കോസ് തീറ്റ എന്ത് ചെയ്യാം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എത്ര ആയത്? മൈനസ് എ അല്ലേ? മൈനസ് എ ബൈ എച്ച്. ടാൻ തീറ്റ പറഞ്ഞേ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് മൈനസ് ബി ബൈ മൈനസ് എ അല്ലേ? മൈനസ് ബി ബൈ മൈനസ് എ. അപ്പോൾ എന്ത് കിട്ടും? ബി ബൈ എ. ഇവിടെ നോക്ക്, തേർഡ് ക്വാഡ്രൻ്റിൽ സൈൻ നെഗറ്റീവാണ്, കോസ് നെഗറ്റീവാണ്, ടാൻ മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവായിട്ടുള്ളൂ അല്ലേ? തേർഡ് ക്വാഡ്രൻ്റിൽ അപ്പോൾ ആരാ പോസിറ്റീവ്? ടാൻ പോസിറ്റീവ്, ബാക്കിയെല്ലാം എന്താ? നെഗറ്റീവ്. ഓക്കെ ആണേ? അപ്പോൾ നോക്കിക്കോ, തേർഡ് ക്വാഡ്രൻ്റിൽ ഞാൻ താണ്ട ഈ തീറ്റ കൂട്ടി താണ്ട് ഇവിടെ കൊണ്ടുവരിക. താണ്ട് ഇവിടെ കൊണ്ടുവന്നു. അതായത് ഈ എ എന്ത് ചെയ്ത്? ചെറുതായി അല്ലേ? എ എന്ത് ചെയ്ത്? ചെറുതായി 0 ആയി. ഈ എച്ചും ഈ ബിയും എന്തോ ആയി? ഈക്വലായി അല്ലേ? ഈ ബിയും എച്ചും എന്തോ ആയി? ഈക്വലായി. എ എന്ത് ചെയ്ത്? ചെറുതായി. അപ്പം ഈ ആംഗിൾ ഏതായിരുന്നടേ? ഈ ആംഗിൾ 270 ഡിഗ്രി അല്ലേ? ഇത് 180 പ്ലസ് 90 എത്ര? 270 അല്ലേ? 270. തേർഡ് ക്വാഡ്രൻ്റിലെ 270 ഡിഗ്രി സൈൻ 270 എത്ര? സൈൻ 270 ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞാൽ അത് കറങ്ങി വരുമ്പോഴത്തേക്കും ആര് 0 ആയി? ഇത് കറങ്ങി വന്നപ്പോഴത്തേക്കും മൈനസ് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സാധനം എന്തോ ആയി? 0 ആയി. ബി എന്തോ ആയി? എച്ച് ആയി അല്ലേ? ബി എന്തോ ആയി? എച്ച് ആയി. നോക്കിക്കോ, മൈനസ് ബി ബൈ എച്ച്. മൈനസ് ബിയുടെ വാല്യൂ എന്തോ ആയി? എച്ചിൻ്റെ വാല്യൂ ഈക്വൽ ആയില്ലേ? മൈനസ് എച്ച് ബൈ എച്ച് എന്ന് വിളിക്കാമോ എനിക്ക്? എച്ച് വെച്ച് എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് പോവും. അപ്പോൾ എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. ഇനി നോക്ക്, കോസ് 270 എന്താ?
കോസ് 270. കോസ് 270 ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ എച്ച് അല്ലേ. എയുടെ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അത് കറങ്ങി വന്നപ്പോഴത്തേക്ക് എയുടെ വാല്യൂ എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0, 0 ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 0. ടാനോ? ടാൻ 270 ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ മൈനസ് എ. എന്തോ ആയിപ്പോയി? 0 ആയിപ്പോയി അല്ലേ. അതായത് ബി ബൈ 0 വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, മൈനസ് ബി ബൈ 0 വിച്ച് ഇസ് നെഗറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതെന്തായി? 270 എന്ന് പറയുന്ന വാല്യൂ ആർക്കില്ല? ടാനിന് ഇല്ല. അല്ലെങ്കിൽ ടാൻ 270 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അവിടെയും ടാൻ്റെ വാല്യൂ എന്തുവാണ്? ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഓക്കെ ആണോ? നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറങ്ങി ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യാൻ പോവാ? കംപ്ലീറ്റ് റൊട്ടേഷൻ ആയില്ലല്ലോ. എനിക്ക് തീറ്റ ഇനിയും കറക്കാമല്ലോ. ഞാൻ അതിനെ വീണ്ടും കറക്കാൻ പോവാം. കറക്കി നമുക്ക് ഏത് ക്വാഡ്രൻറ്റിലെത്തിക്കണം? 4th ക്വാഡ്രൻറ്റിലെത്തിക്കണം അല്ലേ. കറക്കി 4th ക്വാഡ്രൻറ്റിലോട്ട് പോവാം. അങ്ങനെ കറക്കി 4th ക്വാഡ്രൻറ്റ് വന്നു. ഇവിടെ വന്ന് 4th ക്വാഡ്രൻറ്റ് ഇതാണ്ട് ഈ പോയിൻറ്റിനെ എക്സ് ആക്സിസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ എ പോസിറ്റീവാണ്, പക്ഷേ ബി എന്തുവാ? നെഗറ്റീവ് അല്ലേടെ. ബി മൈനസ് ബി ആണ്. ഓക്കെ ആണോ? ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് ബി എ എ. ഓക്കെ ആണേ. അപ്പോൾ 4th ക്വാഡ്രൻറ്റിൽ നമുക്ക് സൈനിനെയും കോസിനെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. സൈൻ തീറ്റ ഒന്ന് പറഞ്ഞു നോക്കിയാൽ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 4th ക്വാഡ്രൻറ്റിൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മൈനസ് ബി ബൈ എച്ച്. അപ്പം നെഗറ്റീവ് ആണേ. കോസ് തീറ്റ പറഞ്ഞു നോക്ക്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. എ ബൈ എച്ച്. എ ഇവിടെ പോസിറ്റീവ് അല്ലേ, അപ്പോൾ പോസിറ്റീവ് തന്നെ. എ ബൈ എച്ച്. ഓക്കെ ആണോ? ടാനോ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്ര? മൈനസ് ബി ബൈ എ. ഓക്കെ ആണോ? ഇവിടെ നോക്കേ, ഇവിടെ ആരാ പോസിറ്റീവ്? 4th ക്വാഡ്രൻറ്റിൽ കോസ് തീറ്റ പോസിറ്റീവ് അല്ലേ. 4th ക്വാഡ്രൻറ്റിൽ ആരാ പോസിറ്റീവ്? കോസ് മാത്രമാണ് പോസിറ്റീവ്. കോസ് തീറ്റ എന്താണ്? 4th ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. ഓക്കെ ആണോ? ഇനി ഞാൻ എന്താണ്ട് ഇതിനെ കറക്കാൻ പോവുക. കറക്കി നിർത്തിയില്ല. കറക്കി ഇതാണ്ട് ഇവിടം വരെ കൊണ്ടുവന്നൂടെ എനിക്ക്? 360 ഡിഗ്രി അല്ലേ. 360 കംപ്ലീറ്റ് റൊട്ടേഷൻ ആയപ്പോൾ എത്രയായി? 360 ഡിഗ്രി ആയി അല്ലേ. അങ്ങനെ 360 ഡിഗ്രിയിലോട്ട് ഇതിനെ കറക്കി വയ്ക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? ബി എന്തോ ആയി പോവും? ചെറുതായി പോവും. ബി എന്തോ ആയി പോവും? ചെറുതായി പോവും. ഇങ്ങനെ ചെറുതായി 0 ആയി പോവും. എ വെച്ച് എന്തോ ഈക്വൽ ആവും അല്ലേ. എ വെച്ച് എന്തോ ഈക്വൽ ആവും. നോക്കിയോ 360 ഡിഗ്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. സൈൻ 360 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 360 ആകുമ്പോഴത്തേക്കും ബി എന്തോ ആവും? ബി 0 ആയി പോവും അല്ലേ. ബി 0 ആയി പോവും. അപ്പോൾ 0 ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 0. അതേപോലെ കോസ് 360യോ? കോസ് 360 ഈസ് ഈക്വൽ ടു നോക്കിയോ. എ വെച്ച് എന്തായി? ഈക്വലായി. അല്ലെങ്കിൽ എച്ച് ബൈ എച്ച് എന്ന് വിളിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് വിളിക്കാം? 1 ടാൻ 360 ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ബി എന്തായി? 0 ആയിപ്പോയി. 0 ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അപ്പോൾ സൈനും കോസും ടാനും നമുക്ക് മനസ്സിലായി, നമ്മൾ പഠിച്ചല്ലേ. സൈനും കോസും ടാനും പഠിച്ച്. ഇനി ആരൊക്കെ ഉണ്ടല്ലേ? ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ടല്ലേ. 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? കൊസീക് തീറ്റ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കൊസീക് തീറ്റ എന്ന് വിളിക്കാം. 1 ബൈ കോസ് തീറ്റ എന്ത് വിളിക്കാം? സീക് തീറ്റ എന്ന് വിളിക്കാം. 1 ബൈ കോസ് തീറ്റ എന്ത് വിളിക്കാം? സീക് തീറ്റ എന്ന് വിളിക്കാം. അതുപോലെ 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ബി ബൈ എ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ നേരെ റെസിപ്രോക്കലി എ ബൈ ബി, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും കോഡ് തീറ്റ. ഈ 3 സാധനങ്ങളും ഉണ്ട് അല്ലേ. ഓക്കെ, സൈൻ തീറ്റ 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ച് ബൈ ബി എന്ന് വരും. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും? എച്ച് ബൈ എ എന്ന് വരും. 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ നേരെ റെസിപ്രോക്കലി എ ബൈ ബി എന്ന് വരും. അപ്പോൾ ഈ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങൾ ഇതേപോലെ ചാർട്ട് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കുക. 0യിൽ നിന്ന് 90ലോട്ടെത്തി, അതായത് ആംഗിൾ 0യിൽ നിന്ന് 90ലോട്ടെത്തി. അപ്പോൾ സൈൻ 0യിൽ നിന്ന് എന്തായി? 1 ആയി. സൈൻ 0യിൽ നിന്ന് എന്തായി? സൈൻ 90 എന്തായി? 1 ആയി. അതായത് 0 എന്നും 1 ആയപ്പോഴത്തേക്കും സൈൻ തീറ്റയുടെ വാല്യൂ, സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്തു? കൂടുതൽ ചെയ്ത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് നോക്ക്.
സോറി ഫസ്റ്റ് ക്വാർട്ടറിൽ കോസ് തീറ്റയുടെ നോക്കേ. കോസ് തീറ്റ എന്തോ സംഭവിച്ചത്, കോസ് 0 1 ആയിരുന്നു, കോസ് 90 എന്തായി 0 ആയി. അതായത് ആംഗിൾ കൂടിയപ്പോഴത്തേക്കും കോസിൻ്റെ വാല്യൂ എന്ത് ചെയ്ത് 1 നിന്ന് 0 അതായത് 1 ആയിരുന്നു മാക്സിമം വാല്യൂ, അത് കുറഞ്ഞ് എന്തോത്തിലോട്ടെത്തി 0 അതായത് കോസ് തീറ്റയുടെ വാല്യൂ ഫസ്റ്റ് ക്വാർട്ടറിന് എന്ത് ചെയ്യുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിയാൽ ടാൻ്റെ വാല്യൂ 0 എന്തായിരുന്നു 0 ആയിരുന്നു, 90 എന്തായി ഇൻഫിനിറ്റ് ആയി. ഞാൻ പറഞ്ഞായിരുന്നു 90 എന്ന് പറയുന്നൊരു വാല്യൂ ടാനിന് പോസിബിൾ അല്ല, പക്ഷേ 89.99999 ആ വാല്യൂസ് എല്ലാം പോസിബിളാണ്. അപ്പോൾ സംഭവിച്ചത് എന്താ, 0 നിന്നും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വാല്യൂ കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ടാൻ്റെ വാല്യൂയും ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ എന്ത് ചെയ്ത് കൂടി. ഇതുപോലെ എല്ലാ ക്വാർട്ടറിലും ഏതൊക്കെ വാല്യൂസാണ് കൂടുന്നത്, ഏതൊക്കെ വാല്യൂസാണ് കുറഞ്ഞേക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ സാധനം അതേപോലെ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം. ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല ചാർട്ട്. ഇത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പല ബോർഡ്സുകളായിട്ട് പലയിടത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഐഡിയ ഒന്ന് ക്ലിയർ ആവാനായിട്ട് നിങ്ങൾക്കൊരു പണി ഞാൻ തരുക. ബാക്കിയുള്ള ക്വാർട്ടറിൽ, സെക്കൻഡ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും എങ്ങനെയാണ് ഈ വാല്യൂസ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു കൊസിക് തീറ്റ, സിക് തീറ്റ, കോട്ട് തീറ്റ, ഈ 3 എണ്ണവും കൂടെ ദാണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് ചേർത്ത്, ഇതെന്ത് ചെയ്യുക, ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ കണ്ടായിരുന്നല്ലേ. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയൊക്കെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതും അത് +1നും -1നും ഇടയ്ക്ക് കിടന്ന് വേരി ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ. ഞാൻ ദാണ്ട് ഒരു ഇക്വേഷൻ എഴുതുക, y = sin x. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ആയിരുന്നു നമുക്ക് സൈൻ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കുന്നു അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും, ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിന് ഞാൻ എന്ത് പറയും, ഡൊമൈൻ എന്ന് പറയും അല്ലേ. എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും. ആ എക്സ് കൊടുക്കുമ്പോൾ എനിക്കൊരു വാല്യൂ ഔട്ട്പുട്ട് കിട്ടുമല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കും, വൈ. ഔട്ട്പുട്ട് നമ്മൾ റേഞ്ച് ആയിട്ടും പറയും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ റേഞ്ചും ഡൊമൈനും ഒക്കെ പഠിച്ചത്. ഓക്കെ, വൈയെ നമ്മൾ റേഞ്ച് ആയിട്ടും പറയും. എക്സിന് നമുക്ക് നോക്കാം, സൈൻ തീറ്റ എങ്ങനെയായിരുന്നു, സൈൻ 0 ആയിരുന്നു. സൈൻ 90 ആയപ്പോഴത്തേക്ക് എന്തായിരുന്നു, 1 വന്നു. സൈൻ 180 വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, 0 പോയി. സൈൻ 360 വന്നപ്പോൾ എന്ത് ചെയ്തു, -1 വന്നു. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 1നും -1നും ഇടയ്ക്കായിരുന്നു എന്ത് ചെയ്തത്, സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്തിരുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നോക്കിയേ, എക്സിന് എനിക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും ഇവിടെ. സൈൻ തീറ്റയിലെ സൈൻ എക്സിനകത്ത് ഈ എക്സിന് എനിക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും, എനിക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുത്തൂടെ. എനിക്ക് ഇഷ്ടമുള്ള ആംഗിൾ കൊടുത്തൂടെ. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 360 വരെ കറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, 360 + തീറ്റ. അങ്ങനെ ഇതെന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എന്ത് ചെയ്യാം, സൈൻ എക്സിന് കൊടുക്കാം. അപ്പോൾ എക്സ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ, സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സൈൻ എക്സിൻ്റെ ഡൊമൈൻ എനിക്ക് ഇങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതായത് റിയൽ നമ്പർ, ആർ എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഏത് വാല്യൂസ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, എക്സിന് കൊടുക്കാം. അങ്ങനെ നോക്കേ, ഇതല്ലേ ഡൊമൈൻ സൈൻ്റെ ഡൊമൈൻ. അങ്ങനെയാണ് റേഞ്ച് എന്ന് പറഞ്ഞേ, സൈൻ്റെ റേഞ്ച് പറഞ്ഞേ. സൈൻ എക്സിന് എനിക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടും, എനിക്ക് വാല്യൂസ് കിട്ടും അല്ലേ. പക്ഷേ ഏതൊക്കെ വാല്യൂസേ കിട്ടത്തുള്ളൂ, -1നും +1നും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ എന്തൊക്കെയാണ്, y -1 ≤ y ≤ 1. അതായത് y -1നേക്കാളും വലുതായിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും, ഈക്വലും ആവാം അല്ലേ. y -1നേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ എന്താവാം, -1 ആവാം. മാത്രമല്ല y എന്തായിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും, അങ്ങേറ്റം പോയാൽ എന്ത് ചെയ്യും, 1ന് ഈക്വൽ ആവും. ഇതിനിടയ്ക്കായിരിക്കും എന്തോന്ന്, y എന്ന് പറയുന്ന വാല്യൂ നിൽക്കുന്നത് അല്ലേ. സൈൻ എക്സിന് നമുക്ക് വെളിയിൽ കിട്ടുന്ന ഉത്തരം -1നും 1നും ഇടയ്ക്കായിരിക്കും. ഓക്കെ ആണേ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, കോസ് പറയാൻ പറ്റുമോ, കോസ് എന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഇതുപോലെ ഞാൻ എഴുതുക, y = എന്താ, കോസ് എക്സ് അല്ലേ. കോസെറ്റ്സിൻ്റെ വാല്യൂ എവിടെ നിന്നാ, -1നും 1നും ഇടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സിന് എനിക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം, എനിക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഡൊമൈൻ പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്, എലമെൻറ്റ് ഓഫ് റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഏത് വാല്യൂ ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, എക്സിനകത്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അങ്ങനെ റേഞ്ച് എന്ന് പറഞ്ഞേ, റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ,
കോസിനും എന്ത് തന്നെയാണ് -1നും +1ഉം. ഏറ്റവും മിനിമം വാല്യൂ എന്താ -1, ഏറ്റവും മാക്സിമം വാല്യൂ എന്താ +1. ഇതിനിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാല്യൂസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. വൈ സച്ച് ദാറ്റ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ആണോ? അപ്പോൾ ഡൊമൈനും റേഞ്ചും കോസെറ്റ്സിൻ്റെ സൈനറ്റ്സിൻ്റെയും പഠിച്ചല്ലേ. ഇനി ആരുടെയൊക്കെ ഉണ്ട്? ടാനറ്റ്സ് ഉണ്ട്, കോട്ടറ്റ്സ് ഉണ്ട്, സീക്കറ്റ്സ് ഉണ്ട്, കോസീക്കറ്റ്സ് ഉണ്ട്. നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ ആയിരിക്കുമോ? നോക്കാം അല്ലേ, എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ. അടുത്ത നമുക്ക് y ഈസ് ഈക്വൽ ടു ടാനറ്റ്സ്. ടാനറ്റ്സിൻ്റെ ഡൊമൈൻ എന്തുവാടേ? അതായത് എക്സിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. നോക്കിക്കേ, ടാനറ്റ്സിന് എനിക്ക് സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് എന്ന് എഴുതാമോ? സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് എന്ന് എഴുതാമോ? എഴുതാം. സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് എന്ന് എഴുതാം. കോസെറ്റ്സ് 0 ആവാൻ പറ്റൂ? പറ്റത്തില്ല അല്ലേ. 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസെറ്റ്സ് ഈസിക്കൽ 0 എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തോ അല്ല, ഡിഫൈൻഡ് അല്ല അല്ലേ. 1/0 സംതിങ് ബൈ 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് എന്തില്ല, പോസിബിൾ അല്ല. അപ്പോൾ കോസെറ്റ്സിന് 0 വരാത്ത എല്ലാ വാല്യൂസും ആർക്ക് കൊടുക്കാൻ പറ്റും? ടാനറ്റ്സിന് കൊടുക്കാൻ പറ്റും. അതായത് കോസെറ്റ്സിന് 0 വരാത്ത ഏത് വാല്യൂ ആണെങ്കിലും എക്സിന് ആർക്ക് കൊടുക്കാം? ടാനറ്റ്സിന് കൊടുക്കാം. കോസെറ്റ്സ് എപ്പോഴാണ് 0 ആവുന്നത്? നോക്കിക്കേ, കോസ് π/2 അല്ലെങ്കിൽ കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? π/2 എന്താണ്? 0 ആണ് അല്ലേ. കോസ് 90 0 ആണ്. അടുത്ത എവിടെ കോസ് 0 ആവുന്നത്? ഇതാ നോക്കിക്കേ, നമ്മൾ പഠിച്ചായിരുന്നു. കോസ് π/2 0 ആവും. പിന്നെ എവിടെ കോസ് 0 ആവുന്നത്? ഇവിടെ -1 ആവും. പിന്നെ എവിടെ? ഇതാണ്ട് ഇവിടെ എന്ത് ചെയ്യും? 0 ആവും അല്ലേ. ഇതേതാ ആംഗിള്? π/2, 2π/2, 3π/2 അല്ലേ. കോസ് 3π/2 എന്താവും? 0 ആവും അല്ലേ. ഇനി 4π/2, 5π/2 വീണ്ടും കോസ് 5π/2 എന്തോ ആവും? 0 ആവും. അതായത് നോക്കിയോ, ഒന്നുകൂടെ നോക്കിയോ, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയോ. 6π/2, 7π/2 കോസ് 7π/2 എന്തോ ആവും? 0 ആവും. അതായത് നോക്കിയേ, ഇവിടെ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് π/2, അടുത്തത് 3π/2, അടുത്തത് 5π/2, അടുത്തത് 7π/2. അതായത് ഈ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ കോസ് എന്തോ ആയി പോവും? 0 ആയി പോവും. അതായത് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ എക്സിന് പകരം ടാനറ്റ്സിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആയി പോവും. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, ഇത് നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2നെ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ. ഓടെന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ, ഒരു ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പർ കിട്ടും. ഇനി ഈവൻ നമ്പർ എനിക്ക് എങ്ങനെ കിട്ടും? ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരെയും കിട്ടുന്നത്? ഈവൻ ആയിരിക്കത്തില്ലേ. 1 × 2 2, 2 × 2 4, 3 × 2 6. അപ്പോൾ ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈവൻ കിട്ടും അല്ലേ. 2 × n ഈവനാന്നേ. ഈവൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓടായില്ലയോ? ഇതൊരു ഓടല്ലയോ? അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഈ സാധനം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എവിടെ വരാൻ പാടില്ല? എക്സിന് വരാൻ പാടില്ല. എക്സിന് വന്നു കഴിഞ്ഞാൽ കോസ് 0 ആയി പോവും. അത് 0 ആയി കഴിഞ്ഞാൽ ടാൻ എന്തോ നോട്ട് ഡിഫൈൻഡ് ആവും. ഓക്കെ ആണേ. അപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എന്ന് പറഞ്ഞേ. ഡൊമൈൻ it's such that x element of R but it's not equal to odd multiple of π/2. It's not is equal to odd multiple of π/2. ഇങ്ങനെ എഴുതാമോ എനിക്ക്? ഓക്കെ ആണോ? ഓക്കെ. നോക്കിയേ, എന്നിന് ഇവിടെ 0 കൊടുത്തു. ഓക്കെ, 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 0 0 ആയി പോവും. π/2 കിട്ടും. എന്നിനോട് 1 കൊടുത്തേ. 2 × 1 2 + 1 3, 3π/2 കിട്ടും. എന്നിന് 2 കൊടുത്തു. നോക്ക്, 2 × 2 4, 4 + 1 5, 5π/2 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റേഞ്ച് നോക്കണം അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y = tan. ഈ വൈയുടെ വാല്യൂസ് അല്ലേ. y such that y element of R. റിയൽ നമ്പർ സിസ്റ്റത്തിലെ എല്ലാ വാല്യൂസും എനിക്ക് എന്ത് കിട്ടും? ടാനിന്
കിട്ടും. റിയൽ നമ്പർ സിസ്റ്റത്തിലെ എല്ലാ വാല്യൂസും എനിക്ക് എന്ത് ചെയ്യാം, ടാനിൽ കിട്ടും. ഓക്കെ ആണേ. നമ്മളത് കഴിഞ്ഞ ടേബിൾ പറഞ്ഞായിരുന്നു അല്ലേ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ഉള്ള എല്ലാ വാല്യൂസും എവിടെ വരും, ടാൻ വരും അല്ലേ. കഴിഞ്ഞ ആ ടേബിൾ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ടാൻ എക്സിൻ്റെ വാല്യൂസ്. അത് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമോ? ഇല്ല, ഈക്വൽ ടു ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വാല്യൂ ഇൻഫിനിറ്റിക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇൻഫിനിറ്റി നമുക്ക് അറിയാത്ത വാല്യൂ. അപ്പോൾ ഇൻഫിനിറ്റിക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി, അതുപോലെ മൈനസ് ഇൻഫിനിറ്റിക്ക് മേളിലായിരിക്കും ടാൻ എക്സിൻ്റെ വാല്യൂ. ഓക്കെ ആണേ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. കോട്ടക്സ് y ഈസ് ഈക്വൽ ടു കോട്ടക്സ്. കോട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടാനറ്റ്സ് എന്തായിരുന്നു, സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് ആയിരുന്നു. കോട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 ടാനറ്റ്സ് അല്ലേ. കോട്ടക്സ് എന്താ, അതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ, എല്ലാവർക്കും അറിയാം. 1 ടാനറ്റ്സ് അല്ലേ കോട്ടക്സ്. അല്ലെങ്കിൽ എനിക്ക് പറയാം ടാനറ്റ്സ് എന്തായിരുന്നു, സൈനറ്റ്സ് ബൈ കോസെറ്റ്സ് അല്ലേ. സൈനറ്റ്സ് ബൈ കോസെറ്റ്സ്, അതെന്ത് ചെയ്യും, അങ്ങ് മേളിൽ പോവും. കോസെറ്റ്സ് ബൈ സൈനറ്റ്സ് ആണെന്ന് തോന്നുന്നു കോട്ടക്സ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാം, കോസെറ്റ്സ് ബൈ സൈനറ്റ്സ്. ഓക്കെ. ഇനി അടിയിൽ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. സൈനറ്റ്സ് 0 ആവുന്ന എവിടേക്കായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ ആയിക്കഴിഞ്ഞാൽ സൈനറ്റ്സ് എന്തോ ആയി പോവും. എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ ആയിക്കഴിഞ്ഞാൽ സൈനറ്റ്സ് എന്തോ ആയി പോവും, 0 ആയി പോകും അല്ലേ. അതായത് എക്സ് ഈക്വൽ ടു എൻ പൈ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളാ. അപ്പോൾ നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞു നോക്ക്. ഡൊമൈൻ എന്തായിരിക്കും, എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടുത്തെയാ, എക്സ് എലമെൻറ്റ് ഓഫ് ആർ റിയൽ നമ്പർ സിസ്റ്റത്തിലെയാണ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി എന്താവാൻ പാടില്ല, എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ, എക്സ് എൻ പൈ ആവാൻ പാടില്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ റേഞ്ചോ, റേഞ്ച് നമ്മൾ ടാനറ്റ്സിൻ്റെ റേഞ്ച് എന്ത് വരും എന്ന് പറഞ്ഞത്, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ടാനറ്റ്സ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ ഇല്ല, അത് നമുക്ക് അറിയത്തില്ല അങ്ങനെ ഒരു വാല്യൂ, അതുകൊണ്ട് ഈക്വൽ ടു ഇല്ല. ലെസ് ദാൻ ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ മൈനസ് ഇൻഫിനിറ്റി. 1 ടാനറ്റ്സ് നമ്മൾ നേരത്തെ ആ ചെയ്തതുപോലെ തന്നെ 1 ടാനറ്റ്സ് വന്നാലും എന്ത് ചെയ്യും, കോട്ടക്സിനും ഇത് തന്നെ ആയിരിക്കും. എന്ത് തോന്നുന്നു, കോട്ടക്സും എന്ത് തന്നെയായിരിക്കും, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി തന്നെയായിരിക്കും. അതായത് കോട്ടക്സിൻ്റെ വാല്യൂ നമുക്ക് വൈക്ക് ഏത് വാല്യൂ കിട്ടും, നമുക്ക് എല്ലാ വാല്യൂസും എന്ത് ചെയ്യും, വൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൈനും കോസും എന്ത് ചെയ്താൽ അതിനനുസരിച്ച് മാറ്റി മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും എവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കോട്ടക്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കോട്ടക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, വൈ സച്ച് ദാറ്റ് വൈ എലമെൻറ്റ് ഓഫ് ആർ റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഏത് വാല്യൂ എനിക്ക് എന്ത് കിട്ടും, കോട്ടക്സ് ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത് നോക്കാം. അടുത്ത ആരാ ഉള്ളത്, കോസീക് തീറ്റ അല്ലെങ്കിൽ കോസീക്കറ്റ്സ്. കോസീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1 സൈനറ്റ്സ് അല്ലേ. കോസീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 സൈനറ്റ്സ്. സൈനറ്റ്സിന് നമുക്കറിയാമായിരുന്നു എന്തുമായിരുന്നു, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരുന്നു അല്ലേ. ഞാൻ എന്താണ്ട് ഇത് മാത്രം ഇങ്ങ് എടുക്കട്ടെ, നോക്കിക്കോ. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനറ്റ്സ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനറ്റ്സ്. ഞാൻ എന്താണ്ട് രണ്ട് സൈഡിലും ഒരു മൈനസ് സൈനറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. രണ്ട് സൈഡിലും ഒരു മൈനസ് സൈനറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പോവുക, ഡിവൈഡ് ചെയ്യാൻ പോവുക. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. സൈനറ്റ്സും എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും അല്ലേ. ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്, ഈ മൈനസും എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോയി പ്ലസ് ആയി. അല്ലെങ്കിൽ 1 സൈനറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനറ്റ്സ് കട്ട് ചെയ്ത് പോയി, ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്, ഒരു -1. ഓക്കെ ആണോ? ഓക്കെ. 1 സൈനറ്റ്സ് എന്ത് വരുന്നു, കോസീക്കറ്റ്സ് അല്ലേ. കോസീക്കറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ ആണോ? കോസീക്കറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. തീർന്നോ? അപ്പുറത്ത് കിടപ്പുണ്ടല്ലേ, ഈ സെക്ഷൻ കിടപ്പുണ്ടല്ലേ, ഈ സെക്ഷൻ എഴുതിക്കോട്ടെ. നോക്കിക്കോ, സൈനറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സൈനറ്റ്സിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സൈനറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുക, അപ്പുറം ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? സൈനറ്റ്സ് ബൈ സൈനറ്റ്സ് എന്ത് കിട്ടും, 1 കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സൈനറ്റ്സ് ആണോ? അല്ലെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സൈനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോസീക്കറ്റ്സ്. ഓക്കെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസീക്കറ്റ്സ്, അതായത് ഈ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളിൻ്റെ വലുത്, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളിൻ്റെ വലിയ വശം, അതായത് തുറന്നിരിക്കുന്ന വശത്ത് വരുന്നത് വലുതും അടഞ്ഞിരിക്കുന്ന വശത്ത് വരുന്നത് എന്തുവാ, ചെറുതുവാ അല്ലേ? അത് നമുക്കറിയാം. അപ്പം വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊസീക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാ വലുത്? കൊസീക്കറ്റ്സ് വലുത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, കൊസീക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയും പറഞ്ഞൂടെ? കൊസീക്കറ്റ്സ് ആണ് വലുത്, കൊസീക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് മനസ്സിലായി കൊസീക്കറ്റ്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതായത് ഇത് y അല്ലേ, y ഈസ് ഈക്വൽ ടു കൊസീക്കറ്റ്സ് എന്നല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു കൊസീക്കറ്റ്സ്, y ഈസ് ഈക്വൽ ടു കൊസീക്കറ്റ്സ്, y ഈസ് ഈക്വൽ ടു സൈനറ്റ്സ്, y ഈസ് ഈക്വൽ ടു കോസെറ്റ്സ്. അതായത് y റേഞ്ചും ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഡൊമെയിനും. നോക്കിയോ, ഈ വൈയുടെ വാല്യൂ ഞാൻ എന്താണ് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ആ വൈ കൺസിഡർ ചെയ്യുമോ, വൈയുടെ വാല്യൂ എങ്ങോട്ടൊക്കെ പോകും, എക്സിന് വാല്യൂ കൂടി എത്രയൊക്കെ എങ്ങനെയൊക്കെ മാറിയാലും വൈയുടെ വാല്യൂ നോക്കിയേ, കൊസീക്കറ്റ്സ് എപ്പോഴും എന്തായിരിക്കും, -1 ചെറുതായിരിക്കും. ഒന്നെങ്കിൽ -1 വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, -1 എന്തായിരിക്കും, ചെറുതായിരിക്കും അല്ലേ? അതായത് ഇങ്ങോട്ട് പോകും അല്ലേ വാല്യൂസ്. നോക്കിയേ, ഇങ്ങോട്ടേ വാല്യൂസ് പോകത്തുള്ളൂ. അതുപോലെ തന്നെ കൊസീക്കറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഈക്വൽ ടു 1 ആവാം, പിന്നെ എന്ത് പറ്റും, ഗ്രേറ്റർ ദാൻ 1 ആവത്തുള്ളൂ അല്ലേ? അതായത് ഇതിനിടയ്ക്ക് എന്ത് ചെയ്യത്തില്ല, ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും ആർക്കില്ല, കൊസീക്കറ്റ്സിന് ഇല്ല. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞേ, നോക്കിക്കോ, റേഞ്ച് എന്തുമായിരിക്കും, കൊസീക്കറ്റ്സിൻ്റെ റേഞ്ച് എന്തുമായിരിക്കും, y സച്ച് ദാറ്റ് y എലമെൻറ്റ് ഓഫ് ആർ, y എന്തായിരിക്കും, റിയൽ നമ്പറിലെ എല്ലാ വാല്യൂസും എന്ത് കിട്ടും, എല്ലാ വാല്യൂസും വരുമോ, ഇല്ല. y എലമെൻറ്റ് ഓഫ് ആർ എല്ലാ വാല്യൂസും വരത്തില്ല. ഏതൊക്കെ വാല്യൂസ് വരത്തില്ല, ഒന്നുകിൽ എന്ത് ചെയ്യാം, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവാം, y എന്തോ ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവാം, ഓർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവാം, 1 ആവാം. ഓക്കെ ആണോ? അപ്പോൾ റേഞ്ച് നമുക്ക് കിട്ടി. ഡൊമെയിൻ നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ടാൻ്റെ കാര്യം പറഞ്ഞപ്പം അടിയിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. ഇവിടെ എന്ത് തന്നെയുള്ളൂ, അടിയിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. സൈൻ എക്സ് 0 ആവാൻ പാടില്ല. അങ്ങനെയുള്ള എക്സിൻ്റെ വാല്യൂസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊസീക്കറ്റ്സിനകത്ത് ഇടാൻ പറ്റത്തില്ല. സൈൻ എക്സ് എവിടേക്കാണ് 0 വരുന്നത്, നോക്കിയേ, ഓർമ്മയുണ്ടോ? സൈൻ 0 ആയിരുന്നല്ലേ, സൈൻ പൈയിൽ എന്തുവായിരുന്നു, 0 ആയിരുന്നു, അല്ലെങ്കിൽ 180 എന്തുവായിരുന്നു, 0 ആയിരുന്നു. 2π എന്തുവായിരുന്നു, വീണ്ടും 0 ആയി. 3π എന്തുവായി, വീണ്ടും 0 ആയി. 4π എന്തുവായി, വീണ്ടും 0 ആയി അല്ലേ? ജനറലി ഞാൻ പറയാം, nπ സൈൻ nπ എന്തുമായിരിക്കും, 0 ആയിരിക്കും അല്ലേ? അതായത് പൈ എന്ന് പറഞ്ഞാൽ എത്രയാ, അതാണ്ട് ഇവിടെ വരുന്നതാണ്. സൈൻ nπ എന്ന് പറയുന്ന വാല്യൂ എന്തുമായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ നമുക്കിവിടെ കൊടുക്കാൻ പറ്റത്തില്ല, nπ എന്ന് പറയുന്ന വാല്യൂ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡൊമെയിൻ ഒന്ന് നോക്കിയേ, ഡൊമെയിൻ എന്തുമായിരിക്കും, ഡൊമെയിൻ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ, റിയൽ നമ്പറിലെ വാല്യൂസ് ആണ് എക്സ്, പക്ഷേ എക്സ് എന്താവാൻ പാടില്ല, എക്സ് നോട്ട് ഈക്വൽ ടു nπ. ഓക്കെ ആണോ? ഇതാണ് കൊസീക്കറ്റ്സിൻ്റെ ഡൊമെയിനും കൊസീക്കറ്റ്സിൻ്റെ റേഞ്ചും. ഇനി അടുത്ത ആരാ ഉള്ളത് നമുക്ക്, അടുത്തതുള്ളത് സീക്കറ്റ്സ് അല്ലേ? സീക്കറ്റ്സ് ആരായിരുന്നു, സീക്കറ്റ്സ് ഈസ് ഈക്വൽ ടു, സീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, y ഈസ് ഈക്വൽ ടു, ഞാൻ പറയാണ് സീക്കറ്റ്സ്, y ഈസ് ഈക്വൽ ടു സീക്കറ്റ്സ്. സീക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1/കോസെറ്റ്സ്. ആരായിരുന്നു, 1/കോസെറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിൻ്റെ വാല്യൂ, കോസെറ്റ്സ് എന്തോ ആവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. കോസെറ്റ്സ് എവിടേക്കാണ് 0 ആവുന്നത്, നോക്കിയോ, കോസെറ്റ്സ് എവിടേക്കാണ് 0 ആവുന്നത്, കോസ് 0 എന്തായിരുന്നു, 1 ആയിരുന്നു, അവിടെ ആവത്തില്ലല്ലേ. π/2 കോസ് 90 എന്തുമായിരുന്നു, 0 ആയിരുന്നു. π/2 0 ആവും, പൈയിൽ കുഴപ്പമില്ല. 3π/2 0 ആവും. 4π/2 എന്ന് പറഞ്ഞാൽ 2π, അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എവിടെ ആയിരിക്കും 0 ആവുന്നത്, 5π/2.
6 7π/2. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, π/2 3π/2 5π/2 ഒക്കെ എന്ത് ചെയ്യും, കോസ് എന്തായി പോകും, 0 ആയി പോകും. അതായത് കോസിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് അല്ലേ, π/2 3π/2 5π/2. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു, 2n + 1 π/2 2n + 1 π/2. അതായത് ഓഡ് മൾട്ടിപ്പിൾസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ അതൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഡൊമെയിൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എറ്റ്സ് സച്ച് ദാറ്റ് എറ്റ്സ് എവിടുത്തെ എറ്റ്സ് എവിടെ കിടക്കുന്ന റിയൽ നമ്പർ സിസ്റ്റത്തിൽ അല്ലേ, റിയൽ നമ്പേഴ്സ്. ഇനി എറ്റ്സ് എന്തോ ആവാൻ പാടില്ല, എറ്റ്സ് നോട്ട് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, അല്ലെങ്കിൽ എന്തുവാ 2n + 1 π/2. ഓക്കെ ആണോ? അങ്ങനെ നമുക്കിനി റേഞ്ച് നോക്കണ്ടേ, റേഞ്ച് നോക്കാം. നോക്കിയോ, റേഞ്ച് സീക്വൻസിന് ഏതൊക്കെ വാല്യൂ കിട്ടുമെന്ന് അല്ലേ നമുക്കറിയാമായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി, ഒരു വ്യത്യാസമില്ല. -1 ≤ cos x < 1. cos x-ൻ്റെ നമ്മൾ റേഞ്ച് എന്ത് ചെയ്തിരുന്ന ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അല്ലേ. ഞാൻ എന്താണ്ട് ആദ്യത്തെ പാർട്ട് എടുക്കുക. ആദ്യത്തെ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ -1 ≤ എന്ത് പറയാം, cos x എന്ന് പറയാം. ഞാൻ cos x കൊണ്ട് എന്ത് ചെയ്യാൻ പോവുക, രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാൻ പോവുക. cos x അല്ല, -cos x കൊണ്ട് എന്ത് ചെയ്യാൻ പോവുക, ഡിവൈഡ് ചെയ്യാൻ പോവുക. അപ്പം -1 - cos x ≤ cos x ഡിവൈഡഡ് ബൈ -cos x. മൈനസ് ഞാൻ ഇവിടെ എഴുതാം, cos x. cos x കട്ട് ചെയ്തു. ഓക്കെ, മൈനസും എന്ത് ചെയ്തു, കട്ട് ചെയ്തു. 1/cos x എന്തുമായിരുന്നു, sec x ≤ -1. sec x ≤ -1 അല്ലേ, -cos x/cos x. അടുത്തത് നോക്കിയോ, അടുത്ത പാർട്ട് എടുത്തേ, ആണ്ട് ഇവനെ എടുത്തേ. അപ്പോൾ ഇതൊന്നായി, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്ട് cos x. അടുത്തവനെ എടുക്കുക, < 1. ഞാൻ ഈ cos x-നെ എന്ത് ചെയ്തു, cos x കൊണ്ട് എന്ത് ചെയ്തു, രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 > 1/cos x, അല്ലെങ്കിൽ 1 > ഇങ്ങനെയും പറയാം, 1/cos എന്തുമായിരുന്നു, sec x ആയിരുന്നു, sec x. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ sec x-നെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, sec x-നെ ആദ്യം എഴുതാൻ പോവുക. അതായത് sec x ഇവിടെ എന്താ, 1-നേക്കാളും വലുതാണ്. ഞാൻ ഇങ്ങനെ എഴുതാം, sec x വലുതാണ്, > 1. രണ്ടാമത്തെ ആയില്ലയോ. നോക്കിയോ, y-യുടെ വാല്യൂ എന്തുവാ, അതായത് sec x-ൻ്റെ വാല്യൂ എന്തുവാ, < = -1. -1-നേക്കാളും എന്തുവാ, ചെറുതാണ്. -1-നേക്കാട്ടിയും ചെറുതെന്ന് പറഞ്ഞാൽ എന്താ, -2 -3 -4 അങ്ങനെ പോകുന്നത്. ഓക്കെ, 1-നേക്കാട്ടിയും വലുതാണ്. 1-നേക്കാട്ടിയും വലുതെന്ന് പറഞ്ഞാൽ 2 3 4 അങ്ങനെ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ sec x-ൻ്റെ റേഞ്ച് പറഞ്ഞതുപോലെ തന്നെ അല്ലേ. നോക്കിക്കേ, y സച്ച് ദാറ്റ് y എലമെൻ്റ് ഓഫ് എവിടത്തെയാ, റിയൽ നമ്പറിലെ. ഇനി നോക്കിക്കേ, y-യുടെ വാല്യൂ എവിടേക്കാണ് പോകുന്നത്, y > 1 ഓർ y < -1. ഓക്കെ ആണേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഈ സെക്ഷൻ, അതായത് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഈ ഒരു സെക്ഷൻ, നമ്മളെ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഓരോ ക്വാഡ്രൻറ്റിലുള്ള സൈൻ ഏതാണ്, അതുപോലുള്ള റേഞ്ച്, ഡൊമെയിൻ പോലുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ റിലേഷൻസ്, കൂടുതൽ ഇക്വേഷൻസ്, ട്രിഗണോമെട്രി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പം അടുത്ത സെക്ഷനിൽ കാണാം. ഹാപ്പി ലേണിംഗ്.